പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ടൈം സീരീസ്. അനാലിസിസ് ഓഫ് ടൈം സീരീസിൽ എന്താണ് ടൈം സീരീസ്, അതിന്റെ ഇമ്പോർട്ടൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. What is time series? Time series is a sequence of data point collected or recorded at a regular interval or a period of time over a period of time. നമ്മളൊരു റെഗുലർ ഇന്റർവെല്ലിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ പോയിന്റിന്റെ സീക്വൻസിനെ ടൈം സീരീസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇയർ വൈസ് എടുക്കുകയാണെങ്കിൽ 2000, 2001, 2002 ഇങ്ങനെ ഓരോ വർഷത്തെ GDP ഇങ്ങനെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ടൈം സീരീസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം പീരീഡ് ഓഫ് ടൈമിന്റെ അടിസ്ഥാനത്തിൽ ഒരു വീക്കിലെ വീക്ക്ലി പ്രൊഡക്ഷൻ ഇതൊക്കെ ടൈം സീരീസിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാക്ക് ചേഞ്ചിന്റെ ട്രാക്ക് മനസ്സിലാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ട്രെൻഡ്സ് മനസ്സിലാക്കാൻ പാറ്റേൺ ഇൻ പർട്ടിക്കുലർ വേരിയബിൾ സച്ച് ആസ് ടെമ്പറേച്ചർ, സ്റ്റോക്ക് പ്രൈസ്, സെയിൽസ്, പോപ്പുലേഷൻ അക്രോസ് ടൈമിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാറുള്ളത്. അപ്പം ടെമ്പറേച്ചർ നമുക്ക് അതൊരു ടൈം സീരീസ് ആണ്. ഓരോ ദിവസത്തെ ടെമ്പറേച്ചർ എന്ത്, സ്റ്റോക്ക് പ്രൈസ് എന്ത്, സെയിൽസ് എത്ര, പോപ്പുലേഷൻ എത്ര അക്രോസ് ടൈം സീരീസ് ഡാറ്റ ഇസ് എസെൻഷ്യൽ ഇൻ വേരിയസ് ഫീൽഡിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് എക്കണോമിക്സ്, ഫിനാൻസ്, എൻവയോൺമെന്റ് സ്റ്റഡീസ്, ബിസിനസ്സിലെ ഫോർകാസ്റ്റിങ്ങിനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ ഡാറ്റ എടുക്കും. 10 വർഷത്തെ ഡാറ്റ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 11ാമത്തെ വർഷത്തത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യും. ഓക്കെ, അതിൽ കഴിഞ്ഞ 10 മാസത്തെ ഡാറ്റ എടുത്ത് 11ാമത്തെ മാസം എത്ര ആയിരിക്കും സെയിൽസ്. ബൈ അനലൈസിങ് ടൈം സീരീസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് പാസ്റ്റ് ബിഹേവിയർ. നമുക്ക് ടൈം സീരീസ് അനാലിസിസ് പാസ്റ്റ് ബിഹേവിയർ വളരെ അത്യാവശ്യമാണ്. ഐഡന്റിഫൈ സീസണൽ സൈക്ലിക്കൽ വേരിയേഷൻ. സീസണൽ ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ടായിരിക്കും. ഓരോ സീസണിൽ നമ്മൾ സെയിൽസ് എടുക്കുകയാണെങ്കിൽ ചില സാധനങ്ങൾ സീസൺ അടിസ്ഥാനത്തിൽ സെയിൽസ് ഉണ്ടായിരിക്കും. ഓണം സീസൺ, വിഷു സീസൺ, പെരുന്നാൾ സീസൺ ഒക്കെ നമ്മൾ അതുപോലെ സൈക്ലിക്കൽ ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ടാവും. ആൻഡ് മേക്ക് പ്രഡിക്ഷൻ ഫോർ ഫ്യൂച്ചർ. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ളത് പ്രഡിക്റ്റ് ചെയ്യും. ഇറ്റ് ടിപ്പിക്കലി ഇൻക്ലൂഡ് കോമ്പണൻസ് സച്ച് ആസ് ട്രെൻഡ്, സീസണൽ വേരിയേഷൻ, സൈക്ലിക്കൽ വേരിയേഷൻ, റാൻഡം ഓർ ഇറഗുലർ ഫ്ലക്ച്വേഷൻ. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇമ്പോർട്ടന്റ് കോമ്പണൻസ് ആണ് ട്രെൻഡ്, സീസണൽ വേരിയേഷൻ, സൈക്ലിക്കൽ വേരിയേഷൻ ആൻഡ് റാൻഡം ഓർ ഇറഗുലർ ഫ്ലക്ച്വേഷൻ. ഇത് ഓരോന്നും ഇതിന്റെ കോമ്പണൻസ് നമുക്ക് അടുത്ത ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. എ ടൈം സീരീസ് സെറ്റ് ഓഫ് ഡാറ്റ പോയിന്റ്. ടൈം സീരീസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഡാറ്റ പോയിന്റ് ആണ്. റെക്കോർഡർ അറ്റ് എ സക്സസീവ് പോയിന്റ്. റെക്കോർഡ് ചെയ്യുന്ന സക്സസീവ് പോയിന്റ് ഓരോ ഇയർ അല്ലെങ്കിൽ ദിവസം ഒരു സക്സസീവ് ആയിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് ഇങ്ങനെ ഈ രീതിയിൽ ഒരു ഇൻ ടൈമിന്റെ അടിസ്ഥാനത്തിൽ സക്സസീവ് ആയിട്ട് ഓഫൺ വിത്ത് ഈക്വൽ ഇന്റർവെൽസ്. ഇതിന്റെ എക്സാമ്പിൾ ഡെയിലി ടെമ്പറേച്ചർ റീഡിംഗ്, മന്ത്ലി ഇലക്ട്രിസിറ്റി ബില്ല്, ക്വാർട്ടർലി GDP ഗ്രോത്ത്, ആനുവൽ റെയിൻഫാൾ സ്റ്റാറ്റിസ്റ്റിക്സ്, വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസസ്. ഇതൊക്കെ ഇതിന്റെ ഒരു പാർട്ടാണ്. ഇതിന്റെ യൂസസ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഇവന്റ്, ഫ്യൂച്ചറിലുള്ള ഇവന്റ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ പ്ലാനിങ്ങിന്, ബഡ്ജറ്റിങ്ങിനൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. എക്കണോമിക് ആൻഡ് ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് ഇത് യൂസ്ഫുൾ ആണ്. ഐഡന്റിഫൈങ് ട്രെൻഡ്, സൈക്കിൾസ്, സീസണൽ എഫക്റ്റ് ഒക്കെ നമുക്ക് എന്താണ് ട്രെൻഡ് എന്ന് മനസ്സിലാക്കാം, സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം, സീസണൽ എഫക്റ്റുകളൊക്കെ മനസ്സിലാക്കാൻ ഇത് യൂസ്ഫുൾ ആണ്. ഇതിന് ടൈം സീരീസ് അനാലിസിസിന്റെ മെത്തേഡുകൾ, ഗ്രാഫിക്കൽ മെത്തേഡ്, മൂവിംഗ് ആവറേജ് മെത്തേഡ്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ്, ഡീകോമ്പോസിഷൻ മെത്തേഡ്, ഇതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യും. ഇമ്പോർട്ടൻസ് ഓഫ് ടൈം സീരീസ്. ടൈം സീരീസ് അനാലിസിസ് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് us understand how data point are change over time. ഓരോ ടൈമിനനുസരിച്ച് ഡാറ്റ പോയിന്റിൽ വന്നിട്ടുള്ള മാറ്റം എന്ത്. ഇപ്പൊ GDP എടുക്കുകയാണെങ്കിൽ ഓരോ വർഷത്തിലുള്ള മാറ്റം എന്ത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഓരോ ദിവസത്തിൽ എന്താണ് മാറ്റം, ഇനി മഴക്കാലത്ത് ഓരോ വർഷത്തിലുള്ള ജൂണിലെ മഴ എത്ര എന്നുള്ളത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ബൈ സ്റ്റഡിയിങ് ടൈം സീരീസ് വി ക്യാൻ ഐഡന്റിഫൈ ട്രെൻഡ്. നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻക്രീസ് ചെയ്യാണോ, ലോങ് ടേമിൽ ഇൻക്രീസ് ചെയ്യാണോ, ഡിക്രീസ് ചെയ്യാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോപ്പുലേഷൻ ഗ്രോത്ത് ഓരോ ലോങ് ടേമിൽ ഇൻക്രീസ് ചെയ്യണം, ഓരോ വർഷത്തിൽ കൂടുകയാണോ, സെയിൽസ് ഓരോ മാസത്തിൽ ഇൻക്രീസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അനലൈസ് സീസണൽ പാറ്റേണുകൾ മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും സാധിക്കും. അണ്ടർസ്റ്റാൻഡ് റെഗുലർ ഫ്ലക്ച്വേഷൻ വിത്തിൻ സ്പെസിഫിക് പീരീഡ്. ഒരു സ്പെസിഫിക് പീരീഡിൽ ഉണ്ടാകുന്ന റെഗുലർ ഫ്ലക്ച്വേഷൻ. ഒരു ഉദാഹരണത്തിന് പെരുന്നാളാകുമ്പോൾ ഡ്രസ്സിന്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യും, അതാണ് സീസണൽ ആയിട്ടുള്ള. ചിലപ്പം ചില മാസങ്ങളായി ചില ക്വാർട്ടറിൽ ഇൻക്രീസ്. ഐസ്ക്രീം സെയിൽസ് സമ്മറിൽ ഐസ്ക്രീമിന്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യും. ഫോർകാസ്റ്റ് ഫ്യൂച്ചർ വാല്യൂ ഫോർകാസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. പ്രഡിക്റ്റ് അപ്കമിങ് വാല്യൂസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ. അപ്കമിങ് വാല്യൂ നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റയുടെ ബേസിൽ നമുക്ക്
predict ചെയ്യാൻ സാധിക്കും. aiding business and policy makers in planning and decision making. പോളിസി മേക്കേഴ്സിനും ബിസിനസിനും അതൊരു സഹായകരമാണ്. അവർക്ക് പ്ലാൻ ചെയ്യാനും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്യൂച്ചർ വാല്യൂസ് പ്രഡിക്ട് ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കും. ഇന്ന് 10 വർഷത്തെ ഡാറ്റ എടുത്തിട്ട് 11ാമത്തെ വർഷത്തെ സെയിൽസ് എത്ര എന്നുള്ളത് മനസ്സിലാക്കാം. ഡിറ്റക്ട്സ് cyclical movement, spot economic cycles or business cycle helping anticipate recession and or expansion. നമുക്കറിയാം സൈക്ലിക്കൽ പാറ്റേണുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ സൈക്ലിക്കൽ പാറ്റേണുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ബൂം ആണോ, റിസഷൻ ആണോ, എക്സ്പാൻഷൻ ആണോ, റിസഷൻ ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പ്രൊവൈഡ് ഇൻസൈറ്റ് ഫോർ റിസോഴ്സ് അലോക്കേഷൻ, ഇൻവെന്ററി മാനേജ്മെന്റ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിങ്. നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ റിസോഴ്സ് അലോക്കേഷൻ എങ്ങനെ നടത്തണം. അപ്പൊ അതിന് ടൈം സീരീസ് ഡാറ്റ വരും. കഴിഞ്ഞ മാസം എത്രയായിരുന്നു, കഴിഞ്ഞ വർഷം ഈ മാസം എത്രയായിരുന്നു. ഇൻവെന്ററി മാനേജ്മെന്റ് സഹായം, അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റിങ്ങിന്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനൊക്കെ ഇത് സഹായകരമാണ്. ഇവാലുവേറ്റ് പാസ്റ്റ് പെർഫോമൻസ്. പാസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കും. ഗ്രാഫ്സ് ഓഫ് ടൈം സീരീസ്. ടൈം സീരീസിന്റെ ഗ്രാഫ്സ്. ഇറ്റ് ഈസ് എ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ പോയിന്റ് പ്ലോട്ടഡ് ഇൻ ദ ഓർഡർ വിച്ച് ദേ ഒക്കർ ഓവർ ടൈം. അത് ഒക്കർ ചെയ്തതിന്റെ ടൈമിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റ പോയിന്റുകൾ വിഷ്വൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ ഗ്രാഫ് ഓഫ് ടൈം സീരീസ് എന്ന് പറയാം. ഇറ്റ് ഹെൽപ്സ് ക്ലിയർലി ഒബ്സർവ് ട്രെൻഡ്. ഇത് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാൻ ഇത് സഹായകരമാണ്. സീസണൽ പാറ്റേൺ മനസ്സിലാക്കാൻ സഹായകരമാണ്. സൈക്കിൾസ് മനസ്സിലാക്കാൻ സഹായകരമാണ്. റാൻഡം ഫ്ലക്ച്വേഷൻ ഡാറ്റയിലുള്ള റാൻഡം ഫ്ലക്ച്വേഷൻ മനസ്സിലാക്കാനും ഇത് സഹായകരമാണ്. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്? മേക്ക് ഇറ്റ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് പാറ്റേൺ ഇൻ ദ ഡാറ്റ. ഡാറ്റയിൽ നിന്ന് നമുക്ക് ഒരു ഈസിയർ പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ഇതിന്റെ പാറ്റേൺ ഇൻക്രീസ് ചെയ്ത് ചില കാര്യങ്ങൾ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കും. വെതർ അനാലിസിസ് ജനുവരിയിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് അത് ഇങ്ങനെ കുറഞ്ഞ് ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞ് ഡിസംബർ പിന്നെ കൂടി ജൂണൊക്കെ ആകുമ്പോൾ വീണ്ടും കുറയുന്നു എന്നുള്ള ഒരു പാറ്റേൺ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇത് സഹായകരമാണ്. അതുപോലെ തന്നെ യൂസ്ഫുൾ ഫോർ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ വാല്യൂ ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് യൂസ്ഫുൾ ആണ്. അതേപോലെ ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈ പീരിയഡ് ഓഫ് ഗ്രോത്ത്, ഡിക്ലൈൻ, സ്റ്റെബിലിറ്റി. ഏത് പീരീഡിലാണ് ഗ്രോത്ത്, ഏത് പീരീഡാണ് ഡിക്ലൈൻ, ഏത് പീരീഡാണ് സ്റ്റെബിലിറ്റി എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഇത് സഹായകരമാണ്. ഇത്രയാണ് ടൈം സീരീസുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രഡക്ഷൻ പാർട്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് കോമ്പണൻസ് ഓഫ് ടൈം സീരീസ്. ഓക്കെ, താങ്ക് യു.